ഒരു സംസാരത്തിന്റെ ആവശ്യം ഇല്ല. കാരണം പ്രവർത്തനം തുടങ്ങുന്നതേ ഉള്ളൂ. ഞാനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഇന്നലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. ഇനി നിയമസഭയുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. 29-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നിശ്ചയിച്ചിട്ടുണ്ട്. 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിൻ്റെ മേലെയുള്ള നന്ദിപ്രമേയ ചർച്ചയാണ്. തുടർന്ന് അങ്ങോട്ട് പുതിയ ബജറ്റ് സമ്മേളനം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം MLA ഓഫീസ് അടിയന്തരമായും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതുവരെ എൻ്റെ ധാരണ MLA ഓഫീസിൻ്റെ വാടക സർക്കാർ കൊടുക്കുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭ അന്വേഷിച്ചപ്പോഴാണ് ഒരു നയാ പൈസ സർക്കാരിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് MLA ഓഫീസ് സൗജന്യമായി ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന നിലയിലാണ് അവിടെ എന്ന് പറയുന്നത്. അപ്പോൾ വാടക കൊടുക്കുന്ന സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് MLA ഓഫീസ് വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാം. പയ്യന്നൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അടിയന്തരമായും ഒരു വികസന രേഖയ്ക്ക് രൂപം നൽകി അതിന് മുൻഗണന നിശ്ചയിച്ച് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതിൻ്റെ നടപടികളും വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കും. ഇപ്പോൾ പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി നമുക്ക് നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൽ ഉൾപ്പെടുത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായി പിന്നീട് ചർച്ച ചെയ്യാൻ തീരുമാനിക്കാം. ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നെ നെഞ്ചേറ്റിയ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. സത്യപ്രതിജ്ഞ ചെയ്ത് പയ്യന്നൂരിന്റെ മണ്ണിലേക്ക് പ്രവർത്തന മണ്ഡലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയൊരു പയ്യന്നൂർ നമുക്ക് സൃഷ്ടിക്കലാണ് നമ്മുടെ ഈ പ്രവർത്തന കാലഘട്ടത്തിലെ ഉദ്ദേശം. സാധാരണക്കാരുടെ വിഷമങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ജനകീയനായ MLA ആണ് പയ്യന്നൂരിന്റെ MLA. ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് 140 മണ്ഡലങ്ങളിലും ഏറ്റവും സ്വീകാര്യനായി കേരളത്തിലെ ജനസമൂഹം അംഗീകരിച്ചത് ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി UDFിൻ്റെ പിന്തുണയോടുകൂടി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഈ ഉണ്ണികൃഷ്ണൻ സാർ വിജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നിട്ടുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് കൂട്ടായി നല്ലൊരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എല്ലാ പിന്തുണയും കൊടുത്ത് സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വീകരണ പരിപാടിയിലെത്തിയ മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു.